നമസ്തേ. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തുമായി സംസാരിക്കുന്ന സമയത്ത് അവൻ പറയുകയുണ്ടായി, ഒരു കാര്യം എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചു, ആരാണ് ഇത് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരതിൽ വിജയം കണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ശത്രുവിന്റെ സുഹൃത്താണ് അദ്ദേഹത്തിനോട് ഇത് പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ടല്ലോ, കാരണം പല സമയങ്ങളിലും അദ്ദേഹം ചില ആളുകൾ എന്നോട് ശത്രുത കാണിക്കുന്നവരാണ് എന്ന് എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ, നിങ്ങൾക്ക് പല ശത്രുക്കളുണ്ടല്ലോ, എങ്ങനെയാണ് ഇങ്ങനെ പല ശത്രുക്കൾ ഉണ്ടാകുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങൂ, അങ്ങാടിയിലേക്ക് ഇറങ്ങൂ, അങ്ങനെ ആളുകളുമായിട്ട് ഇടപെട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത്, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശത്രുക്കൾ വരുമെന്നുള്ളതാണ്. അല്പം പൊതുപ്രവർത്തനമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് എന്നോടിത് പറഞ്ഞത് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അല്പം പണമുണ്ടായി, നിങ്ങൾക്ക് നല്ലൊരു വീടുണ്ടായി, നിങ്ങൾ നല്ലൊരു വാഹനം മേടിച്ചു, നിങ്ങൾ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ശത്രുക്കൾ ഉണ്ടാകും എന്നുള്ളത്. അപ്പൊ ആളുകൾ തമ്മിലുള്ള ശത്രുത എന്ന് പറയുന്നത് പണ്ടൊക്കെ ഉള്ളതിനേക്കാൾ വർദ്ധിച്ചു വരികയാണ് ഈ കലിയുഗത്തിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ശത്രുക്കളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ശത്രുക്കളായിട്ട് കാണുന്നതായിട്ടുള്ള വ്യക്തികളുണ്ടോ? നിങ്ങളുടെ സർവനാശം, നിങ്ങളുടെ നാശം അല്ലെങ്കിൽ സർവനാശം അല്ലെങ്കിൽ നിങ്ങളുടെ മരണം പോലും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ശത്രുക്കൾ നിങ്ങളുടെ ചുറ്റിനും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും ശത്രുവിനെ പ്രതി ഉണ്ടാവുക. ഒരു തെറ്റും ചെയ്യാതെ സമാധാനത്തോടുകൂടി അവനവൻ്റെ കർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു കാര്യവുമില്ലാതെ സൈലന്റ് ആയിട്ടിരുന്നിട്ട് നിങ്ങൾക്കിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും, അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തു തന്നെയാണെങ്കിലും ഈ ശത്രുവിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വിജയം കാണണമെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ നീതിമാനാണ് എന്നുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രപഞ്ചമുണ്ടെങ്കിലും ദൈവമുണ്ടെങ്കിലും എന്തു തന്നെ ഉണ്ടെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ സൈക്കോളജിക്കലി അതുപോലെ തന്നെ പല മേഖലകളിൽ നമ്മൾ എക്യുപ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർമ്മം നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ചില സമയത്ത് നമ്മുടെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ കർമ്മമാണ്. ചില സമയത്ത് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത് നമ്മളുടെ കർമ്മമാണ്. ശരീരത്തിന്റെയോ മനസ്സിന്റെയോ ഒക്കെ ആരോഗ്യം പുറകോട്ട് പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു യോദ്ധാവിന് യുദ്ധം ജയിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള ഒരു ചോദ്യം ഇവിടെ മുന്നോട്ട് വെക്കുകയാണ്. അപ്പൊ എന്തു തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ശത്രുവിനെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിജയത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുമെങ്കിൽ അത് എങ്ങനെയുള്ളവർക്കാണ് അത് സാധിക്കുക, അല്ലെങ്കിൽ ഏത് വഴിയിലൂടെ പോകുന്നവർക്കാണ് അത് സാധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ചുരുക്കി പ്രതിപാദിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇമോഷണൽ ആയിട്ടുള്ള റിയാക്ഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് വൈകാരികമായിട്ട് പ്രതികരിക്കാതെ ചില സമയത്ത് നമ്മൾ കോൾഡായിട്ട് നിൽക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫ്രീസ് ചെയ്യേണ്ട അവസ്ഥ ചിലപ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം നമ്മുടെ നാവ് എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒന്നാണ്. മന്ത്രങ്ങൾ ഉരുവിടുന്നത് നമ്മൾ നാവിലൂടെയാണ്. ആ നാവ് അല്ലെങ്കിൽ നമ്മുടെ ഈ കണ്ഠം ഉപയോഗിച്ച് നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് ആ ശബ്ദം അതിൻ്റെ അർത്ഥതലങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ പ്രപഞ്ചത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് പലരിലും പല രീതിയിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറയുകയാണ്, ഓരോ ശബ്ദവും, നമ്മൾ പുറപ്പെടുവിക്കുന്ന ഓരോ ശബ്ദവും, ഓരോ വാക്കുകളും മന്ത്രങ്ങൾ പോലെ തന്നെയാണ്. അതിന് അർത്ഥം ഉണ്ടെങ്കിലും അർത്ഥമില്ലെങ്കിലും. അപ്പൊ അത് ചിലത് ദുർമന്ത്രങ്ങൾ പോലെ ആയി പോകുന്നു, ചിലത് നന്മയിലേക്ക് കലാശിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ ഇമോഷണൽ ആയിട്ട് ഓവർ റിയാക്ട് ചെയ്യുന്ന സമയത്ത് പല സമയത്ത് നമുക്ക് പരാജയം ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. കാരണം നമ്മുടെ നാവ് ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് പോവുകയാണ്. നമ്മുടെ ബ്രെയിനിന് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ശാരീരികമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രവർത്തികൾ കൊണ്ടാണെങ്കിലും എടുത്തു ചാടിയിട്ടുള്ള വൈകാരികമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മളെ വീക്കാക്കുന്ന കാര്യമാണ്. എന്നാൽ അതേസമയം ഇതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അവരുടെ ശത്രു ഉണ്ടാക്കുന്നതായിട്ടുള്ള ശല്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സൈലൻസ് പ്ലസ് പ്രോഗ്രസ് എന്നുള്ളതാണ്. അതായത് പല ആളുകളും അവരുടെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഇവിടെ പറയുകയാണ്, നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ പതനം ആഗ്രഹിക്കുന്നതായിട്ടുള്ള, എന്തിന് നമ്മുടെ മരണം പോലും ആഗ്രഹിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ നമ്മളുടെ ചുറ്റിനുള്ള സമയത്ത് പലപ്പോഴും നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നെക്സ്റ്റ് സ്ട്രാറ്റജി എന്താണ് എന്നുള്ളത് വിളിച്ചു പറയുന്നതിനേക്കാൾ നല്ലത് സൈലന്റ് ആയിട്ടിരുന്നിട്ട് പ്രോഗ്രസ് ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ്. ഇത് പല ആളുകൾക്കും ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യമാണ്. ചില സമയത്ത് ചില വ്യക്തിത്വങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പുറത്ത് കാര്യങ്ങൾ പറയണം.
പക്ഷെ ഒരുപാട് ശത്രുക്കൾ നിങ്ങളുടെ പരാജയത്തിനും നിങ്ങളെ എങ്ങനെ അടിച്ചു താഴെ ഇടാമെന്ന് നോക്കിയിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ തന്നെ വെട്ടാനായിട്ടുള്ള വാള് കൊടുക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എല്ലാം പറഞ്ഞു നടക്കുന്നതിനപ്പുറത്തേക്ക് ശാന്തമായിട്ട് വളരുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ വളർച്ച കൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ശത്രുവിനെ ഞെട്ടിക്കാനായിട്ട് സാധിക്കുകയാണ്. അതായത് വർക്ക് ഹാർഡ് ഇൻ സൈലൻസ്, നിശബ്ദതയിൽ പണിയെടുക്കുക, കഠിനമായിട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുക. ആൻഡ് ലെറ്റ് സക്സസ് ടു മേക്ക് ദ നോയ്സ്, അതായത് വിജയമാകട്ടെ നിങ്ങളുടെ കയ്യടി അല്ലെങ്കിൽ നിങ്ങളുടെ ഒച്ച എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നുള്ളതാണ്. പണത്തിനെ തകർക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പണം എപ്പോഴും കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നതായിട്ടുള്ള ആളുകൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റെസ്പെക്റ്റ് കിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ഫിനാൻഷ്യലി സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ, കാരണം ഈ ശത്രു ഉണ്ടാക്കുന്ന പല അലോസരങ്ങളെയും നമുക്ക് തടയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ അതിനൊരു വാടക കൊടുക്കണമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ശത്രു ഉണ്ടാക്കുന്ന അലോസരങ്ങളായിക്കോട്ടെ, നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള സമാധാനമായിക്കോട്ടെ, സംരക്ഷണമായിക്കോട്ടെ, അതിനുള്ള വാടകയായിട്ട് നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള പണം ചില സമയത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും, നമ്മുടെ ലക്ഷറിക്കും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്കും അപ്പുറത്തേക്ക്. അതുകൊണ്ട് ഫിനാൻഷ്യലി സ്ട്രോങ് ആൻഡ് സൗണ്ട് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ വരുമാന സ്രോതസ് പവർഫുൾ ആക്കുക. നമുക്ക് ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകുക. അങ്ങനെ ഫിനാൻഷ്യലി പവർഫുൾ ആകുന്ന സമയത്ത് അത് തന്നെ ശത്രുവിൻ്റെ വായടപ്പിക്കും, ശത്രുവിൻ്റെ കോൺഫിഡൻസിനെ തകർക്കും എന്നുള്ളതാണ്. നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെയാണ് പരാജയം വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെതിരെയുള്ള, പ്രത്യേകിച്ച് നമ്മൾ നീതിമാനാണ് എന്നുണ്ടെങ്കിൽ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തികളും അതിശക്തമായിട്ട്, അതായത് അവർ ചെയ്തതിൻ്റെ 10 മടങ്ങായിട്ട് അവർക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. നീതിമാനെ പലതവണ കല്ലെറിയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് അവനായിട്ട് ഏൽക്കുകയില്ല എന്നുള്ളതാണ്. കാരണം പ്രപഞ്ചത്തിന്റെ ഒരു സംരക്ഷണം നീതിമാൻ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം നീതിമാനെ ആക്രമിക്കുന്നവർ പ്രപഞ്ച നിയമത്തിന് അല്ലെങ്കിൽ കോസ്മിക് ലോയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് നീതിമാന്റെ സഹനം എന്ന് പറയുന്നത് ടെമ്പററി ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം അന്തിമ വിജയം എന്ന് പറയുന്നത് നീതിയുടേതാണ് എന്നുള്ളതാണ്. എല്ലാ നിയമങ്ങൾക്കും അപ്പുറത്തേക്ക് കോസ്മിക് ലോ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു നിയമമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, പല ആളുകളും വികാരത്തിൽ അധിഷ്ഠിതമായിട്ടാണ് പോകുന്നത്. ഞാൻ ഭയങ്കര ബുദ്ധിമാനാണ് അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും അറിയാതെ തന്നെ അവരെ നയിക്കുന്നത് ചിലപ്പോൾ അവരുടെ അഗ്രഷൻ ആയിരിക്കാം, അവരുടെ പകയായിരിക്കാം, അവരുടെ ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം, ചിലപ്പം അവരുടെ ഭയവുമായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പരാജയം എന്ന് പറയുന്നത് സുനിശ്ചിതമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ശത്രുവിൻ്റെ മേൽ നമുക്ക് വിജയം നേടണം, അല്ലെങ്കിൽ ശത്രുവിൻ്റെ മേലുള്ള വിജയം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തന്നെ വിജയമാണ്. അഥവാ നമ്മളെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടാണ് നമ്മൾ വിജയം നേടേണ്ടത്, അല്ലാതെ വേറൊരു വ്യക്തിയെ തകർത്തുകൊണ്ടല്ല. നമ്മൾ സ്ട്രാറ്റജിക്കലായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതിന് നമ്മൾ വികാരത്തിനേക്കാളും ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധി എന്നുള്ള അവസ്ഥയാണ്. കാരണം ഈ ഭൗതിക ലോകത്തിനെ സർവൈവ് ചെയ്യാനായിട്ട് പ്രപഞ്ച സൃഷ്ടാവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ബുദ്ധി എന്ന് പറയുന്നത്. അതെടുക്കുക, ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. നമ്മുടെ കർമ്മം നമ്മുടെ ജീവിതത്തിനെ നന്നായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതും നമ്മുടെ കർമ്മത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. നമ്മുടെ ഈ ആത്മാവിനെ ഈ ജന്മത്തിൽ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മുടെ കർമ്മത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. സോ യൂസ് അവർ ബ്രെയിൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു മണ്ടത്തരം എന്ന് പറയുന്നത് എല്ലാം ദൈവത്തിന് അങ്ങോട്ട് സമർപ്പിക്കുകയാണ്, സ്വന്തം ബുദ്ധി ഉപയോഗിക്കുന്നില്ല. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ മനസ്സ്, ശരീരം, ആരോഗ്യം, അല്ലെങ്കിൽ നമ്മുടെ കർമ്മം ചെയ്യാനുള്ള നമ്മുടെ എനർജി, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ എത്രമാത്രം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവസാനത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിനെ ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ വിജയത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ പുറകോട്ടടിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വിജയത്തിൻ്റെ ആ ഒരു സ്പീഡിനെ ബാധിക്കുന്ന നെഗറ്റീവായിട്ടുള്ള വർത്തമാനങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്നതായിട്ടുള്ള സുഹൃത്തുക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ ബന്ധുക്കളായിക്കോട്ടെ, മറ്റു വ്യക്തികളായിക്കോട്ടെ, അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ സർക്കിളിൽ നിന്ന് ഒഴിവാക്കുക, ഫിൽട്ടർ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് കളകൾ പറിച്ചു കളയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വളർച്ച, നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വ്യക്തികളെ ഒഴിവാക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വളരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പല ശത്രുക്കളും നിങ്ങളുടെ ഡൗൺഫാൾ അല്ലെങ്കിൽ വീഴ്ച കാണാനായിട്ട് കാത്തിരിക്കുമെന്നുള്ളതാണ്. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരതയോടുകൂടി നിൽക്കുന്ന മനുഷ്യനെ ഉയർത്തുന്നത് സമയം അല്ലെങ്കിൽ കാലമാണ് എന്നുള്ളതാണ്.
അതുകൊണ്ട് പേഷ്യൻസ്, ഈ സമയത്തിനെ സ്നേഹിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അനുവർത്തിച്ചു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വിജയം അവരുടേതാണ്. പ്രപഞ്ചം അവരോടൊപ്പമുണ്ട്. നീതിമാനാണ് എന്നുണ്ടെങ്കിൽ ഉന്നതമായിട്ടുള്ള വിജയം നിങ്ങൾക്ക് നിങ്ങളെ പ്രതി തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.